പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിലെ അപൂർവതയായ ഫിസിയ 77-ന്റെ 47ാമത് വാർഷിക സംഗമം നടന്നു. 97-ലെ ശ്രീനാരായണ കോളേജ് BSc ഫിസിക്സ് വിദ്യാർത്ഥികളുടേതാണ് ഈ കൂട്ടായ്മ. കണ്ണൂർ മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലായിരുന്നു പരിപാടി നടന്നത്. കേവലം ഒരു കുടുംബ കൂട്ടായ്മയ്ക്കുപരിയായി വൈവിധ്യമാർന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച് വേറിട്ടു നിൽക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ സുരേന്ദ്രൻ ടി അധ്യക്ഷം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗിരീഷൻ AN അധ്യക്ഷം വഹിച്ചു. BSc വിദ്യാർത്ഥികളായ 12 പേരും MSc വിദ്യാർത്ഥികളായ 4 പേരും ഫിസിയ 77 A1 സീൽസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രകാരം ഗിരീഷൻ AN സ്പോൺസർ ചെയ്ത സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി. കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റി BSc ഫിസിക്സ് MSc ഫിസിക്സ് പരീക്ഷകളിൽ കണ്ണൂർ SN കോളേജിൽ നിന്നും റാങ്ക് ജേതാക്കളാകുന്നവർക്കുള്ള ക്യാഷ് അവാർഡും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സ് ലബോറട്ടറി എന്നിവയുടെ നവീകരണത്തിനുള്ള ഫണ്ടും ഫിസിയ 77 A1 സീൽസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സ്പോൺസർ ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല BSc ഫിസിക്സ് 3ാം റാങ്കുകാരിയായ അമേയ അജിത്ത്, മേരി ക്യൂറി ഫെലോഷിപ്പോടെ ഗ്രീസിൽ ഗവേഷണ പഠനം തുടരുന്ന അനുശ്രീ എന്നിവരെ ആദരിച്ചു. ഫിസിക്സ് വിഭാഗം മേധാവി രമ്യ കൃഷ്ണൻ, MC സതീഷ് കുമാർ, MK സുരേഷ് ബാബു, വിപിൻ, VK മിഥുൻ, ഷെറിൻ U എന്നിവർ സംസാരിച്ചു. പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയധികം പരിപാടികൾ നടത്തുന്ന ഒരു അലുമിനൈ നമ്മളെ കോളേജിൽ തീർച്ചയായും ഇല്ല. കണ്ണൂർ SN കോളേജിൽ മറ്റു പല കോളേജിലും വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു അലുമിനൈ ആണിത്. പലരും സതീഷ് സാറായാലും സുരേഷ് ബാബുട്ടായാലും ഗിരീഷ് സാറായാലും എല്ലാവരുടെയും നേതൃത്വം എന്ന് പറയുന്നത് 47 കൊല്ലത്തോളം ഇപ്പോഴും കോളേജുമായിട്ടുള്ള ബന്ധം തുടരുകയും കൂടാതെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റിന് നിരവധി അസിസ്റ്റൻസും കൊടുക്കുന്ന ഒരു ബാച്ചാണിത്. ഞാനത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കിയത്. കാരണം മുൻകാലങ്ങളിൽ ഞാൻ പ്രിൻസിപ്പളല്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടപ്പുറത്താണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ 1997 മുതൽ കണ്ണൂർ SN കോളേജിലുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഇങ്ങനെ ഒരു വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു അലുമിനൈ ആണ് തൊട്ടടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു അലുമിനൈ ഒന്നും ഉണ്ടായില്ല.